പാതാളത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന കപില മഹർഷിയുടെ ആശ്രമത്തിൽ കുതിരയെ ബന്ധിച്ചു ദേവേന്ദ്രൻ അവിടെ നിന്നും കടന്നുകളഞ്ഞു. ആ കുതിരയെ ആരോ അപഹരിച്ചു. രാജാവിന്റെ 60,000 പുത്രന്മാർ കുതിരയെ തിരയാനായി ലോകമാകെ തിരഞ്ഞു. അവസാനം ആ കുതിരയെ അവർ കണ്ടത് കപിലമഹർഷിയുടെ ആശ്രമത്തിലാണ്. യാഗാശ്വത്തെ മോഷ്ടിച്ചത് കപിലമഹർഷിയാണെന്ന് തെറ്റിദ്ധരിച്ച് സഗരപുത്രന്മാർ മഹർഷിയെ ക്രമത്തിലധികം അധിക്ഷേപിച്ചു. അതുകേട്ട് കോപാന്ധനായ കപിലമുനി സഗരപുത്രന്മാരായ 60,000 പേരെയും ശപിച്ചു ഭസ്മമാക്കി. യാഗാശ്വം നഷ്ടപ്പെടുകയും അവരുടെ ആത്മാക്കൾ മോചനം നേടാതെ ഇവിടെ തന്നെ അലഞ്ഞു നടന്നു. അത് അന്വേഷിച്ചു പോയ പുത്രന്മാർ മടങ്ങി വരാതിരിക്കുകയും ചെയ്തതിനാൽ സഗരനു യാഗം നിർത്തിവയ്ക്കേണ്ടിവന്നു. അശ്വമേധയാഗം തടസ്സപ്പെട്ടതിനാൽ ദുഃഖിതനായ അദ്ദേഹം അസമഞ്ജന്റെ പുത്രനായ അംശുമാനെ അന്വേഷണാർത്ഥം നിയോഗിച്ചു. സഗരപുത്രന്മാർ പോയ വഴിതന്നെ അംശുമാനും യാത്ര ചെയ്തു. ഒടുവിൽ പാതാളത്തിൽ എത്തിച്ചേർന്ന കപിലാശ്രം പരിസരത്ത് കുതിരയെ കണ്ടെത്തി. ബാലനായ അംശുമാൻ കപില മഹർഷിയോട് മാപ്പപേക്ഷിക്കുകയാൽ അദ്ദേഹം കുതിരയെ തിരിച്ചേൽപ്പിച്ചു. തുടർന്ന് മഹർഷി സഗരപുത്രന്മാർക്ക് ശാപമോക്ഷം ഉപദേശിച്ചു കൊടുത്തു. ആകാശഗംഗയെ ഭൂമിയിലെത്തിക്കുക വഴി ശാപമോക്ഷം ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചു. അംശുമാൻ യാഗാശ്വത്തെ തിരിച്ച് അയോധ്യയിൽ കൊണ്ടുവരികയും മുടങ്ങിയ അശ്വമേധയാഗം ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തു. കാലം കടന്നുപോയി. അംശുമാന്റെ പുത്രനായ ദിലീപന്റെ പുത്രനായ ഭഗീരഥൻ ജനിച്ചു.